മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. പ്രതിസന്ധി നേരിടാൻ അതിജീവന മനക്കരുത്തുണ്ടാകട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങളില്ലാ കഥകൾ മെനയുന്നുവെന്നും അവർ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അവനൊപ്പമെന്നും അവർ പറഞ്ഞു. ആ പ്രതികരണം ആ ലൈവിലൂടെയുള്ള പ്രതികരണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം. അതിജീവതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ റൈറ്റ് നൗ. എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം. അപ്പൊ ആ അതിജീവതന് മനക്കരുത്തുണ്ടാകട്ടെ. അദ്ദേഹത്തിനൊപ്പമുണ്ട്, പിന്നെ സത്യത്തിനൊപ്പം. അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട മീറ്റിംഗ് ആയി കോടതി തീരുമാനിക്കട്ടെ. അതിനുശേഷം സംസാരിക്കും. വളരെ മികച്ചൊരു പ്രതികരണം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിജീവിതൻ എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ, പഞ്ചായത്ത് അംഗമാണ്, പരാമർശിച്ചിരിക്കുന്നത്. അതിജീവിതനൊപ്പമാണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുന്നു എന്നാണ്. അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലുള്ളതും കസ്റ്റഡി അപേക്ഷയിലുള്ളതും അറസ്റ്റ് നോട്ടീസിലുള്ളതുമൊക്കെ കള്ളമാണ് എന്നുള്ള തരത്തിലാണ് ശ്രീനാദേവിയുടെ പ്രതികരണം ഇപ്പോൾ ഈ ലൈവിലൂടെ വരുന്നത്. അതായത് ഇല്ലാ കഥകളാണ് ഇതെല്ലാം, ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. അന്വേഷണ സംഘം എന്തായാലും മണ്ടന്മാരല്ലല്ലോ. അവർ മുന്നോട്ട് കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. കൃത്യമായ അന്വേഷണങ്ങളുണ്ട്. കൃത്യമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങളൊന്നും വെറുതെ കെട്ടിച്ചമച്ചതല്ല എന്നും കൂടെ വ്യക്തമാകുന്ന തരത്തിലുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങിയതാണ്. ഒപ്പം തന്നെ ഗുരുതര പരാമർശങ്ങളുണ്ട്, ഗുരുതര കണ്ടെത്തലുകളുണ്ട്. ഒന്നും വെറുതെയല്ല, ഇല്ലാ കഥകളല്ല, കെട്ടിച്ചമച്ചതല്ല എന്നും കൂടി മനസ്സിലാക്കാം. എന്തായാലും അവനൊപ്പമെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു. അവനൊപ്പം തന്നെ നിൽക്കുക. ഇതേ നിലപാട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും സ്വീകരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് മികച്ച രീതിയിൽ പിന്തുണ നൽകുക ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളതാണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും നടത്തിയിരിക്കുന്നത്.